ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹാർട്ടിന്റെ സ്ട്രക്ചറാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ഘടനയാണ്. അതിന്റെ കൂടെ തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡബിൾ സർക്കുലേഷൻ, ദ്വിപര്യനം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അതേപോലെ തന്നെ എങ്ങനെയാണ് സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരിക, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഹാർട്ടിന്റെ ഈ സ്ട്രക്ചർ കാണുമ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അല്ലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപാട് ബ്ലഡ് വെസൽസ് വരുന്നു പോകുന്നു, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. പക്ഷെ സിമ്പിൾ ആണ്, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പോർഷൻസും കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായിട്ട് നമുക്കറിയാം 4 ചേംബേഴ്സ് ആണ്, 4 അറകളാണ് നമ്മുടെ ഹാർട്ടില്, ഹൃദയത്തില് ഉള്ളത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ആ ചേംബേഴ്സ്? മുകളിൽ 2 അറയുണ്ട്, താഴെ 2 അറകളുണ്ട് അല്ലെ. മുകളിൽ കാണുന്ന 2 അറകളാണ് നമ്മുടെ ഏട്രിയം. അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്തിടാം. ഈ സൈഡാണ് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് ദിസ് ഇസ് അവർ റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോ ലെഫ്റ്റ് സൈഡില് മുകളിലായിട്ട് ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, താഴെ നമുക്ക് ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് പഠിക്കാനുള്ളത്? നമ്മുടെ ചേംബേഴ്സ് ഓഫ് ഹാർട്ട് ആണ്. ഏതൊക്കെയാ? ലെഫ്റ്റ് ഏട്രിയം, ദെൻ താഴെ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ആരാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഏതൊക്കെയാണ്? ഇടത് ഏട്രിയം, ദെൻ ഇടത് വെൻട്രിക്കിൾ. ഓക്കെ, ഈസി അല്ലേ അത്? വെൻട്രിക്കിൾ. ഓക്കെ, ഇനി അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും നമുക്ക് കാണാം, വലത് വശത്തും നമുക്ക് കാണാം. അപ്പൊ അതാണ് നമ്മുടെ ഏതാണ്? വലത് ഏട്രിയവും വലത് വെൻട്രിക്കിളും. ഓക്കെ, സോ റൈറ്റ് ഏട്രിയം ദെൻ റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, വലത് വെൻട്രിക്കിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മുടെ വലത് ഏട്രിയം. ഓക്കെ, അപ്പൊ ഇത് ഈസി അല്ലേ? ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എന്ത് കാണാം? ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിൽ റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിളും ഉണ്ട്. അപ്പൊ ഈ ചേംബേഴ്സ് നിങ്ങൾ തറോ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ബേസ് ആയി കഴിയും. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഏതൊക്കെ ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ഹാർട്ടിലേക്ക്, ഹൃദയത്തിലേക്ക് വരുന്ന രക്തക്കുഴലുകൾ നമുക്ക് ആദ്യം ലേബൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? നിങ്ങൾ നോക്കിയേ, നമ്മൾ വേറൊരു കളർ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാ വരുന്നതാണ് അല്ലെ, അതേപോലെ തന്നെ ഇവിടുന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് ബ്ലഡിനെ കൊണ്ടുവന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ആളാണ് ഇത്, നമ്മുടെ വീനക്കാവ അല്ലെ. ഇതാണ് മഹാസിര. അപ്പൊ സുപ്പീരിയർ വീനക്കാവയുണ്ട് മുകളിലായിട്ട്, ദെൻ താഴെ ആരെ കാണാം? ഇൻഫീരിയർ വീനക്കാവയുണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ്? സുപ്പീരിയർ വീനക്കാവ, ദെൻ നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ. എന്താണ്? ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും. ഓക്കെ, ഊർധ്വ മഹാസിര, ദെൻ അധോ മഹാസിര. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി ആരെങ്കിലും ഹൃദയത്തിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസ് ഉണ്ടോ? നോക്കിക്കേ, ഇതാ രക്തക്കുഴലുകൾ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുവാണ് അല്ലെ ചെയ്യണത്. അപ്പൊ ഇതേതാണ് ഈ ബ്ലഡ് വെസൽ? നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ആളാണ് അല്ലെ. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ പൾമണറി വെയിൻ. ഏതാണ്? പൾമണറി വെയിൻ. സോ നമുക്കറിയാം പൾമണറി എന്നുള്ള ടേം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ ലങ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ്. ഓക്കെ, അപ്പൊ പൾമണറി വെയിൻ ഉണ്ട് അല്ലെ. സോ അടുത്ത ആരാണ് കൊണ്ടുവരുന്ന ആള്? പൾമണറി വെയിൻ. ഓക്കെ, ആരാണ്? ശ്വാസകോശ സിര. ഓക്കെ, ക്ലിയർ അല്ലേ? അധോ മഹാസിര, അതേപോലെ തന്നെ സിരകളൊക്കെ എന്താണ്? കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഓക്കെ,
ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാം. ധമനി ആണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോ പൾമണറി വെയിൻ നമ്മുടെ ശ്വാസകോശ സിരയാണ്. അത് എവിടേക്കാണ് എത്തുന്നത്? നോക്കിക്കേ, ഇതാ നമ്മുടെ ഏത് ചേംബർ ആണ്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് ബ്ലഡിനെ എത്തിക്കുക. അപ്പൊ രണ്ട് സൈഡിലുള്ളത് കൊണ്ട് തന്നെ ഇത് ലെഫ്റ്റ് സൈഡ്, ഇതാണെങ്കിൽ റൈറ്റ്. അപ്പൊ റൈറ്റ് പൾമണറി വെയിൻ അല്ലെങ്കിൽ വലത് ശ്വാസകോശ സിര. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മുടെ ഹാർട്ടിലേക്ക്, ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ഏതാന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് വേറൊരു കളർ എടുക്കാം. ഓക്കെ, പുറത്തേക്ക് പോകുന്നത് ഏതൊക്കെയാണ്? നോക്കിക്കേ, ദാ കൺഫ്യൂസിങ് ആണോ ഈ കളറ്? ബ്ലൂ. അപ്പൊ കണ്ടോ, പുറത്തേക്ക് പോകുന്നതാണ് അല്ലെ. ഏതാണെന്ന്? നമ്മുടെ അയോട്ട. ഏതാണ്? അയോട്ട. അയോട്ട ഏതാണ്? മഹാധമനി. മഹാധമനി. ഓക്കെ, അപ്പൊ പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ആള് ഫസ്റ്റ് വൺ നമ്മുടെ അയോട്ടയുണ്ട്. ഇനി എന്താ? അയോട്ട എന്താ ചെയ്യാ? ബോഡി പാർട്സിലേക്കാണ് എത്തിക്കുക അല്ലെ ബ്ലഡിന്. പിന്നെ ആരാണുള്ളത്? നമ്മുടെ പൾമണറി ആർട്ടറി ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങക്ക്? ബ്ലഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരാണ് അടുത്തത്? പൾമണറി ആർട്ടറി. ലങ്സിലേക്ക് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഓക്സിനേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ രക്തക്കുഴലാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി. ഓക്കെ, അപ്പൊ ആർട്ടറീസ് ഒക്കെ പുറത്തേക്കാണ് കൊണ്ടുപോവുക, വെയിൻസ് ഒക്കെ ഉള്ളിലേക്കാണ്. ഓക്കെ, ധമനികൾ പുറത്തേക്ക് കൊണ്ടുപോകും ബ്ലഡിനെ, സിരകളാണെങ്കിൽ ഉള്ളിലേക്കാണ് എത്തിക്കുന്നത്, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെച്ചൂടെ? ഓക്കെ അല്ലേ? അപ്പൊ പൾമണറി ആർട്ടറി, ശ്വാസകോശ ധമനി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ രണ്ടാൾക്കാര് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട്. ഇത്രയും ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് ഹാർട്ടിലേക്ക് എത്തുന്നതും അവിടുന്ന് പോകുന്നതും. ഓക്കെ, ഇനി അതൊക്കെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പൾമണറി ആർട്ടറി ശ്വാസകോശ ധമനി ആണെങ്കിൽ നമ്മുടെ എവിടുന്നാണ്? റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് പോകുന്നത്. ഓക്കെ, ഇനി അയോട്ട ആണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് പോകുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താ പഠിക്കണ്ടേ? വാൽസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് വാൽസ്, എവിടെയാണ് ലൊക്കേഷൻ, അതിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മം എന്താണ്? ഓക്കെ, അപ്പൊ ഫസ്റ്റ് വാൽവ് ഏതാണ്? വാൽവ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീൻ കളറിലാണ് മിസ് കാണിക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് വാൽവ് ഏതാ? ഏതിന്റെ ഇടയിൽ കാണുന്നത്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഏത് വാൽവാണ്? ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, ഇത് മലയാളത്തിലും അങ്ങനെ തന്നെ ആയതുകൊണ്ട് എഴുതുന്നില്ല കേട്ടോ. അപ്പൊ ട്രൈകസ്പിഡ് വാൽവാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്താണ്? 3 കസ്പുള്ള വാൽവാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഏതാണ് വാൽവ്? ട്രൈകസ്പിഡ്. ലൊക്കേഷൻ എവിടെയാ? റൈറ്റ് ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇടയില്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് എത്തിയിട്ടുള്ള ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ നിന്നും തിരിച്ചു പോകുന്നത് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഡോർ ആണ് ഇത്, നമ്മുടെ ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഈസി അല്ലേ? അപ്പൊ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? വാൽവ്സിന്റെ ഫംഗ്ഷൻ, ധർമ്മം. അത് മനസ്സിലാക്കി വെക്കാം. തിരിച്ചു പോകുന്നത് തടയും. ഓക്കെ, എല്ലാ വാൽവ്സും അങ്ങനെ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത വാൽവ് ഏതാണ്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണുന്ന 2 കസ്പുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, ബൈകസ്പിഡ് വാൽവ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഏതൊക്കെ വാൽവ്സ് ഉണ്ട്? പൾമണറി. ഇവിടെ വേറൊരു വാൽവ് കാണുന്നില്ലേ? നമ്മുടെ പൾമണറി ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് കാണുന്ന വാൽവാണ് ഏത്? നമ്മുടെ പൾമണറി വാൽവ് അല്ലെങ്കിൽ ശ്വാസകോശ ധമനി വാൽവ്. ഏതാണ്? പൾമണറി വാൽവ്. ഏതാണ്? പൾമണറി വാൽവ്, ദാറ്റ് ഈസ് ശ്വാസകോശ ധമനി വാൽവ്. ഓക്കെ, ക്ലിയർ ആണോ? അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അത് എവിടെയാണ്? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിൽ നിന്നും ബ്ലഡ് പൾമണറി ആർട്ടറിയിലേക്ക് പോയി. ഇനി അത് തിരിച്ച് വരാണ്ടിരിക്കാൻ വേണ്ടി, ആ ഒരു ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇനി അടുത്തതാണ് നമ്മുടെ അയോട്ടിക് വാൽവ്. അയോട്ട സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് കാണുക. കണ്ടോ? ഇതാണ് നമ്മുടെ അയോട്ടിക് വാൽവ്.
അല്ലെങ്കിൽ മഹാധമനി വാൽവ്. ഓക്കെ, അയോട്ടിക് വാൽവ്, മഹാധമനി വാൽവ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ വാൽവ്സ്. അപ്പൊ വാൽവ്സിന്റെ ലൊക്കേഷൻ പറഞ്ഞു, അതിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ട്രൈക്കസ്പിഡ് ഉണ്ട്, ബൈക്കസ്പിഡ് ഉണ്ട്, അയോട്ടിക് വാൽവ് ഉണ്ട്, പൾമണറി വാൽവ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഹാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഹൃദയത്തിന്റെ ഘടനയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ചേംബേഴ്സ്, ബ്ലഡ് വെസൽസ്, വാൽവ്സ്. അപ്പൊ ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് വെയിറ്റേജ് കൂടുതലായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഈ ഒരു പോർഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് വരുന്ന ഭാഗമാണ് ഏത്? ഡബിൾ സർക്കുലേഷൻ. എന്താണ്? ദ്വിപര്യനം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ദ്വിപര്യനം, ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാല്? ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, അതല്ലേ മീനിങ്? അപ്പൊ 2 സർക്കുലേഷൻസ് ചേർന്നതാണ് നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന്റെ വർക്കിംഗ്. ഏതൊക്കെയാണ് 2 സർക്കുലേഷൻ? പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും. ഓക്കെ, അപ്പൊ ഡബിൾ സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യനം. ദ്വിപര്യനത്തില് 2 സർക്കുലേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ് 2 സർക്കുലേഷൻസ്? ഫസ്റ്റ് വൺ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? സിസ്റ്റമിക് പര്യനം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് നമ്മുടെ പൾമണറി. ഇതാണ് പൾമണറി സർക്കുലേഷൻ, നമ്മുടെ പൾമണറി പര്യനം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് നമ്മുടെ ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ദ്വിപര്യനം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും പബ്ലിക് എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, വെയിറ്റേജ് കൂടുതലുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ കുറെ പേർക്കൊക്കെ അത് കൺഫ്യൂസിങ് ആയിരിക്കും അല്ലെ? ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ഇത് തന്നെ തന്നിട്ട് നിങ്ങളുടെ എന്ത് പറയും? ഫില്ല് ചെയ്ത് എഴുതാനായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂസിങ് ആവുന്ന എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ സ്ട്രക്ചർ, ഹാർട്ടിന്റെ ഘടന നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ അത് ക്ലിയർ ആയില്ലേ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ചേംബേഴ്സ് പഠിക്കുക, പിന്നെ വരുന്ന ആളുകൾ, പോകുന്ന ആളുകൾ. ഓക്കെ, വരുന്നത് എപ്പോഴും എന്തായിരിക്കും? സിരകളായിരിക്കും, പോകുന്നതാണെങ്കിൽ ധമനികളായിരിക്കും. ഓക്കെ, ആർട്ടറീസ് ആണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്, വെയിൻസ് ആണ് ഉള്ളിലേക്ക് വരുന്നത്. ദെൻ വാൽവ്സ് പഠിക്കുക, അതിന്റെ ലൊക്കേഷൻ, അതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, ലേബിൾ ചെയ്യാൻ ചോദിക്കും നമുക്ക്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡബിൾ സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാം. സിസ്റ്റമിക് പര്യനം അല്ലെ? ഏതാണ് സിസ്റ്റമിക് പര്യനം? എവിടുന്നാണ് തുടങ്ങുന്നത്? ഇടത് വെൻട്രിക്കിൾ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരച്ചു നോക്കാം. നമ്മൾ റഫായിട്ട് ക്ലാസ്സിൽ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് റഫായിട്ട് നമ്മൾ പഠിച്ചതല്ലായിരുന്നോ? നമ്മൾ സാധാരണ എങ്ങനെയാ ഹൃദയം വരച്ചു കൊടുക്കുക? എങ്ങനെയാണ്? നിങ്ങൾ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ എന്ത് കൊടുക്കും? ഇങ്ങനെയാണ് ഹാർട്ട് വരയ്ക്കുക അല്ലെ? അപ്പൊ നമ്മൾ ഹൃദയം, ഹാർട്ട് അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. റഫായിട്ട് അങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, 4 ചേംബേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ 4 ചേംബേഴ്സ് കാണാം. ഓക്കെ അല്ലേ? നമ്മുടെ ഹാർട്ടിന്റെ ഡബിൾ മെംബ്രെയിൻ കവറിംഗ് ഒക്കെ ഉണ്ട്, പെരികാർഡിയം. ഓക്കെ, ഇനി ചേംബേഴ്സ് 1, 4 മേജർ ചേംബേഴ്സ്. ദെൻ ഇതാണെങ്കിൽ നമ്മുടെ വാൽവ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ ചേംബേഴ്സും കാണാം. ഇനി ഏതൊക്കെയാണ് ചേംബർ? ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. ഇത് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഞാൻ ഇട്ടാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി എന്താ പറഞ്ഞത്? സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? ഇടത് വെൻട്രിക്കിൾ നിന്ന്, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് കാണിച്ചിട്ടുള്ളത് അല്ലെ? ഇനി അങ്ങനെ പോയിട്ട് ഇവിടെ ബ്ലാങ്ക് ആണ്, ഡിഫറെന്റ് ബോഡി പാർട്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നും പോകുന്ന ബ്ലഡ് വെസൽ ആരാണ്? ബോഡി പാർട്സിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്യുന്ന ആള്, രക്തം കൊണ്ടുപോകുന്നത്, ശരീരഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഏത് ബ്ലഡ് വെസലാണ്? രക്തക്കുഴലാണ്. നമ്മൾ പഠിച്ചതാണ്, അയോട്ടയാണ് അല്ലെ? സോ ഇങ്ങനെ നോക്കാം നമുക്ക്. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എവിടേക്ക് എത്തും? ബോഡി പാർട്സിലേക്ക് എത്തും. ഓക്കെ, ഇനി അവിടെ നിന്ന് അത് സ്പ്ലിറ്റ് ആവും. നമ്മൾ പഠിച്ചല്ലേ?
ഓക്കെ, അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ഇനി അത് നമ്മുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ എത്തുമ്പോൾ കാപ്പിലറീസ് ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നോട് പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ ഇതേതാണ്? ബോഡി പാർട്സ് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ. ഓക്കെ, ഇനി അപ്പോ സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ്? ഇവിടുന്ന് പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. സോ ഏതാണ് ആ ബ്ലഡ് വെസൽ? അയോട്ട, മഹാധമനിയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി അങ്ങനെ കൊണ്ടുപോയി ബോഡി പാർട്സിലെത്തി. ബോഡി പാർട്സിന് എന്ത് ചെയ്യും? വീണ്ടും തിരിച്ച് എന്താണ്? ഡിയോക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന ബ്ലഡ് വെസൽ നമുക്കറിയാം ആരാണ്? നമ്മുടെ വീനക്കാവ. വെയിനല്ലേ? അപ്പൊ വീനക്കാവ അല്ലെങ്കിൽ നിങ്ങൾക്ക് മഹാസിര എന്ന് എഴുതിയാൽ മതി. സുപ്പീരിയർ, ഇൻഫീരിയർ, ഊർധ്വ, അധോ എന്ന് എഴുതണം എന്നില്ല. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതിയാൽ മതി? അവിടുന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബ്ലഡിനെ എവിടേക്ക് എത്തിച്ചു? നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. സോ അതാരാണ്? വീനക്കാവ, മഹാസിര. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലഡിനെ ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക്, ശരീരഭാഗങ്ങളിലേക്ക് എത്തിച്ചത് ആരായിരുന്നു? ആരാണ്? അയോട്ടയാണ്. സോ നമുക്കവിടെ ഫില്ല് ചെയ്യാം. ആരാണ്? മഹാധമനി. ഓക്കെ, ആരാ? അയോട്ട. ഇനി എന്താ തന്നിട്ടുണ്ട്? വിവിധ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് ബോഡി പാർട്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ബോഡി പാർട്സിൽ നിന്നും പിന്നെ അത് എവിടേക്കാണ് പോകുന്നത്? കണ്ടോ, വീനക്കാവയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് വീണ്ടും ഹാർട്ടിലേക്ക് എത്തിക്കുന്നത്. എവിടേക്കാണ് എത്തിക്കുന്നത്? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് എത്തിക്കുന്നത്. എവിടേക്കാണ്? നമ്മുടെ വലത് ഏട്രിയത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി നോക്കിക്കേ, എന്താ ചെയ്യണത്? വീനക്കാവ, മഹാസിര. ആരാണ്? വീനക്കാവ. എന്ത് ചെയ്തു? നമ്മുടെ വലത് ഏട്രിയത്തിൽ എത്തിച്ചു. വലത് ഏട്രിയം. ഓക്കെ, ഏതാണ്? റൈറ്റ് ഏട്രിയം. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ അത്. പിന്നെ എന്ത് കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒബ്വിയസ്ലി പിന്നെ എവിടേക്കാണ് ബ്ലഡ് പോവാ? നമ്മുടെ വലത് വെൻട്രിക്കിളിലേക്ക്, റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് പോവാ അല്ലേ? ബ്ലഡ് ഇവിടുന്ന് എവിടേക്ക് പോവും? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോവും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഇതുവരെയുള്ള ഈ സർക്കുലേഷൻ ആണ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, ഇതാണ് സിസ്റ്റമിക് പര്യനം. അത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? നമ്മൾ സ്ട്രക്ചർ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? നമ്മുടെ പൾമണറി സർക്കുലേഷൻ ആണ് പഠിക്കേണ്ടത്. ഏതാണ്? പൾമണറി സർക്കുലേഷൻ. സോ നമ്മൾ പറഞ്ഞു പൾമണറി എന്നുള്ള ടേം റിലേറ്റഡ് ടു ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം. ഓക്കെ, അപ്പൊ ശ്വാസകോശം അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഭാഗമാണ് നമ്മുടെ പൾമണറി സർക്കുലേഷൻ. അപ്പൊ അത് എവിടുന്നാ തുടങ്ങുന്നത്? നമ്മൾ പറഞ്ഞു റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലെത്തി അല്ലെ. അപ്പൊ വലത് വെൻട്രിക്കിൾ നിന്ന്, റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് ഇനി എവിടേക്ക് പോകണം? നമ്മുടെ ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യണ്ടേ? ഓക്സിനേറ്റർ ആക്കണമെങ്കിൽ എവിടെ എത്തണം? അത് ശ്വാസകോശം നമ്മുടെ ലങ്സിൽ എത്തണം വേണ്ടേ? അപ്പൊ ലങ്സിലേക്ക് ക്യാരി ചെയ്യണത് ആരായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. ഏതാ? വെരി ഗുഡ്. ഏതാണ്? പൾമണറി ആർട്ടറി. ഓക്കെ, അപ്പോ നമ്മൾ അതാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആരാണ് ക്യാരി ചെയ്യുക? പൾമണറി. റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് ലങ്സിലേക്ക് കൊണ്ടുപോകണം വേണ്ടേ? അപ്പോ ലങ്സ് ഒക്കെ ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നുണ്ട്, എനിക്കതുപോലെ തോന്നുന്നു. ഓക്കെ, മിസ് ഒന്ന് വരയ്ക്കാം. ആരാ? ലങ്സിലേക്ക് എത്തിക്കണം അല്ലെ? ഓക്കെ, ലങ്സ് ആണ് ശ്വാസകോശം. ഓക്കെ, അപ്പൊ ഇവിടേക്കാണ് ബ്ലഡിന് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ബ്ലഡ് പോവാണ് എവിടേക്ക്? ലങ്സിലേക്ക്. ഈ ലങ്സിൽ നിന്നും എന്ത് ചെയ്യണം? അത് തിരിച്ചു വീണ്ടും എവിടേക്ക് എത്തും? ലങ്സിൽ നിന്ന് വീണ്ടും തിരിച്ച് എവിടേക്ക് എത്തണം? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. നമ്മൾ പഠിച്ചതല്ലേ അത് അല്ലെ? എവിടേക്ക് എത്തും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് എത്തുക. ഓക്കെ, അപ്പോ വീണ്ടും ബ്ലഡ് പ്യൂരിഫൈ ചെയ്തെത്തും. അപ്പൊ നമ്മൾ എന്താ പഠിച്ചേ? നോക്കിക്കേ, ഏതായിരുന്നു? റൈറ്റ് വെൻട്രിക്കിളിൽ എത്തി.
റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഏതാണ് അത് കൊണ്ടുപോകുന്ന ആള്? നമ്മുടെ പൾമണറി സർക്കുലേഷൻ അല്ലേ. അപ്പൊ ഇവിടെയും ആരെന്നെയാണ് വരിക? പൾമണറി തന്നെയാണ് വരിക. പൾമണറി ആരാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇവിടെയാണെങ്കിൽ പൾമണറി കൊണ്ടുപോകല്ലേ, അപ്പോ പൾമണറി ആർട്ടറി. ഓക്കെ, ഇനി ഇവിടെ ആരാണ്? ശ്വാസകോശധമനി. ഓക്കെ, ശ്വാസകോശധമനി. ക്ലിയർ അല്ലേ? അപ്പൊ എവിടെ എത്തി? ഇപ്പോ ലങ്സിലെത്തി. ഇനി എന്ത് ചെയ്യും? ആ ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെ ഓക്സിനേറ്റഡ് ആക്കിയിട്ട് വീണ്ടും അതിനെ ഹൃദയത്തിലേക്ക് തന്നെ, ഹാർട്ടിലേക്ക് തന്നെ എത്തിക്കുവാണ്. അപ്പൊ എത്തിക്കുന്ന ആരാണ് ഇത്? നമ്മുടെ പൾമണറി വെയിൻസ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് പൾമണറി വെയിൻ. അപ്പൊ ശ്വാസകോശ സിരയാണ് പിന്നെ എവിടേക്ക് കൊണ്ടുവരുന്നത്? എവിടേക്കാ കൊണ്ടുവരിക? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്, ഇടത് ഏട്രിയത്തിലേക്കാണ് കൊണ്ടുവരുന്നത് അല്ലെ. സോ എന്തെഴുതണം? പൾമണറി വെയിൻ ആണ് ഓക്സിനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുക. എവിടേക്കാണ് എത്തിക്കുക? ലെഫ്റ്റ് ഏട്രിയം. ഓക്കെ, അപ്പൊ നമ്മുടെ ശ്വാസകോശസിരയാണ് ക്യാരി ചെയ്യണത്. എവിടേക്കാണ് എത്തിക്കുന്നത്? ശ്വാസകോശസിര എവിടേക്കാ എത്തിക്കുക? നമ്മുടെ ഇടത് ഏട്രിയത്തിലേക്ക്. ഓക്കെ, ഇടത് ഏട്രിയം. ഓക്കെ, ഇനി ഏട്രിയത്തിലത്തെ ബ്ലഡ് എവിടേക്ക് പോകും? ഇടത് വെൻട്രിക്കിളിലേക്ക് പോകും. എവിടേക്ക് പോകും? ലെഫ്റ്റ് ഏട്രിയിൽ നിന്ന് എവിടേക്ക് പോകും? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോകും. ക്ലിയർ അല്ലേ? അത്രയും ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ പൾമണറി സർക്കുലേഷൻ. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ ഓർത്ത് വെക്കാം? നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? പൾമണറി ലങ്സുമായിട്ട് റിലേറ്റഡ് ടേം ആണ്. അപ്പൊ ഈ 2 ബ്ലാങ്ക്സും ഫില്ല് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? പൾമണറി എന്ന് പറഞ്ഞ ടേംസ് ആയിരിക്കും. സോ ആരാണ്? പൾമണറി ആർട്ടറി ആണ് നമുക്കറിയാം അല്ലെ. എവിടേക്ക് എത്തിക്കുന്നത്? നമ്മുടെ പുറത്തേക്ക് പോകുന്നത് ആർട്ടറീസ് ആണ്. സോ പൾമണറി ആർട്ടറി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? എ അല്ലേ ആദ്യം വരണ ആൽഫബറ്റ്, പിന്നെയല്ലേ വെയ് വരുന്നുള്ളൂ. അപ്പൊ ആദ്യം പൾമണറി ആർട്ടറി എ, ഓക്കെ, പിന്നെ പൾമണറി വെയിൻ വി, അങ്ങനെ വെച്ച് ഓർത്ത് വെക്കാം. ഓക്കെ, മലയാളം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശ്വാസകോശ ധമനി, ശ്വാസകോശ സിര, രണ്ടും ശ്വാസകോശമാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, സിര എങ്ങോട്ടാണ് പോകുന്നത്, ധമനി എന്താ ചെയ്യുന്നത് എന്നുള്ളത്. സിരയാണെങ്കിൽ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ഈസി അല്ലേ? അങ്ങനെ ചെറിയ ട്രിക്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓർക്കുക. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈസി അതാ, മഹാധമനി, മഹാസിര. പക്ഷെ ഇവിടെ നമുക്ക് ഓർക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോ വീനക്കാവ അയോട്ട. എന്തായാലും നമ്മൾ ഡയഗ്രാം സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഇപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും ഇല്ലേ? ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡബിൾ സർക്കുലേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്, ദ്വിപര്യയനത്തില് പഠിക്കാനുള്ളത്. പൾമണറി സർക്കുലേഷൻ ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഈ ബ്ലാക്ക് ആണ് നമ്മുടെ ഏത്? പൾമണറി സർക്കുലേഷൻ. ദെൻ നമ്മുടെ ഈ വയലറ്റ് കളറിൽ കാണിച്ചതാണ് ഇത് സിസ്റ്റമിക് സർക്കുലേഷൻ. ദെൻ ഇത് നമ്മുടെ പൾമണറി സർക്കുലേഷൻ. കാരണം ഇവിടെ ആരുണ്ട്? ലങ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോ ഇതും നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. വെയിറ്റേജ് കൂടുതലാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ഈസി ആയല്ലോ, ഈസി അല്ലേ? ഇനി നോക്കിക്കേ, ഏതാ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. എന്താണ്? തന്നിട്ടുള്ള ഹൃദയത്തിന്റെ ഘടന കാണിക്കുന്ന ചിത്രം പകർത്തി വരയ്ക്കുക. പകർത്തി വരയ്ക്കണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. റഫായിട്ട് നിങ്ങളൊന്ന് വരയ്ക്കാനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് നമുക്ക് ട്രേസ് ചെയ്തെടുക്കുക ചെയ്യാം. അത്യാവശ്യം വലിയ ഡയഗ്രാം ആയിരിക്കും. അപ്പൊ നീറ്റ് ആയിട്ട് തന്നെ വരയ്ക്കുക, പകർത്തി വരയ്ക്കുക. എന്ത് ചെയ്യണം? കോപ്പി ദ ഡയഗ്രാം ഓഫ് സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, നെയിം ആൻഡ് ലേബൽ ദ പാർട്സ് ഗിവൺ ബിലോ. എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. അപ്പൊ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, A, B, C ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്താന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ദെൻ അത് ലേബൽ ചെയ്യണം. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്? നോക്കിക്കേ, ലേബൽ ചെയ്യണ്ടേ? ട്രിക്ക് കാണിച്ചു. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നീറ്റ് ആയിട്ട് തന്നെ എടുക്കുക, എന്നിട്ട് നമുക്ക് ലേബൽ ചെയ്യാം വേണ്ടേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ബ്ലഡ് വെസൽ വിച്ച് ബ്രിങ്സ് ബ്ലഡ് ടു ദ ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽ ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് ഇത്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ? ബ്ലഡ് വെസൽ വിച്ച് ബ്രിങ് ബ്ലഡ് ടു റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ഏതാണ്?
നമുക്കറിയാം അല്ലെ, വീനക്കാവ അല്ലെങ്കിൽ നമ്മുടെ മഹാസിരയാണ് കൊണ്ടുവരിക. സുപ്പീരിയർ ഇൻഫീരിയർ വീനക്കാവ, ഊർധ്വ മഹാസിര, അധോ മഹാസിര നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ വെറും വീനക്കാവ അല്ലെങ്കിൽ മഹാസിര എന്ന് മാത്രം എഴുതിയാലും മതി. അപ്പൊ അത് ലേബൽ ചെയ്യാം. ഏതാണ് ആ ബ്ലഡ് വെസൽ, അതിനെ നമ്മൾ ലേബൽ ചെയ്യണം. A ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത് അല്ലെ. സോ നമ്മൾ മാർക്ക് ചെയ്തു A ആണ്. അപ്പോ A നമ്മൾ ഇടാൻ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തായാലും നിങ്ങൾ AB എന്നുള്ളത് മസ്റ്റ് ആയിട്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആൻസറിൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ടീച്ചർക്ക് മനസ്സിലാവോ ഏതാണ് ABC എന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ നിങ്ങൾ ABC കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റിന് മാർക്കും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അത് മറക്കാതെ ചെയ്യാം. അപ്പൊ A ആണ് തന്നിട്ടുള്ളത്, വീനക്കാവ. വീനക്കാവ ഓക്കെ, വീനക്കാവ നമ്മുടെ മഹാസിര, റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആൾ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ, വാൽവ് പ്രസന്റ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പൊ വലത്തെ ഏട്രിയത്തിനും വലത്തെ വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. വലത്തെ ഏട്രിയത്തിനും വലത്തെ വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന വാൽവ് ഏതാണ്? അപ്പോ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനുള്ള വാൽവ് ഏതാണ്? ട്രൈക്കസ്പിഡ് വാൽവ് ആണ്. അപ്പൊ ബി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ബി എന്ന് മാർക്ക് ചെയ്യുക. ഏതാണ് വാൽവ് എന്ന് എഴുതുക? ട്രൈക്കസ്പിഡ് വാൽവ്. ഓക്കെ, ട്രൈക്കസ്പിഡ് വാൽവ്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ എന്താണ്? സി നമ്മുടെ ബ്ലഡ് വെസൽസ് ഒറിജിനേറ്റ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ. വലത് വെൻട്രിക്കിൾ നിന്നും പുറപ്പെടുന്ന രക്തക്കുഴൽ ഏതാന്നുള്ളത് അല്ലെ. റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് പുറപ്പെടുന്നത് ഏതാണ്? ഇതല്ലേ റൈറ്റ് വെൻട്രിക്കിൾ. ഇവിടുന്ന് പോകുന്ന ബ്ലഡ് വെസൽ ഏതാണ്? നമ്മുടെ പൾമണറി ആർട്ടറി. ഓക്കെ, സോ അത് ലേബൽ ചെയ്യാം. ഏതാണ് സി ക്വസ്റ്റ്യന്റെ ആൻസർ? പൾമണറി ആർട്ടറി. ഓക്കെ, പൾമണറി ആർട്ടറി. കോശധമനി. ഓക്കെ, ക്ലിയർ അല്ലേ? അവിടുന്ന് പോകുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. ബ്ലഡ് വെസൽ വിച്ച് ഒറിജിനേറ്റ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ. വലത് വെൻട്രിക്കിളിൽ നിന്നും പുറപ്പെടുന്ന രക്തക്കുഴൽ ഏതാണ്? വലത് വെൻട്രിക്കിളിൽ നിന്നും പുറപ്പെടുന്ന ആള് പൾമണറി ആർട്ടറി, നമ്മുടെ ശ്വാസകോശ ധമനിയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് ഡയഗ്രാം റീഡ്രോ ചെയ്യാനായിട്ട് വല്ലപ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും തന്നിട്ട് നിങ്ങൾക്ക് ലേബൽ ചെയ്യാനായിട്ടോ എങ്ങനെയും ഒക്കെ ആയിട്ടൊരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് ചോദിക്കും. കണ്ടോ നിങ്ങൾ, വേർഡ് പെയർ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ വലത് ഏട്രിയം മഹാസിര എന്നുണ്ട് അല്ലെ. എന്താണ്? നമ്മുടെ റൈറ്റ് ഏട്രിയം മഹാസിര. അതാരാണ്? കൊണ്ടുവരുന്ന ആളാണ്. കൊണ്ടുവരുന്ന ആളാണ് അല്ലെ. ബ്ലഡിനെ, രക്തത്തിനെ നമ്മുടെ എവിടേക്ക് എത്തിക്കുന്ന, ഹൃദയത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത് ഒരു വേർഡ് പെയർ. ഇനി അടുത്ത എന്താ? ഇടത് ഏട്രിയം. അപ്പൊ ഇടത് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നത് ആരാന്നായിരിക്കില്ലേ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാണ്? പൾമണറി വെയിൻ ആണ്, ശ്വാസകോശ സിരയാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ഫിൽ ചെയ്യാം? ഇടത് ഏട്രിയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്നത് ആരാണ്? ശ്വാസകോശ സിര. ആരാണ്? വീനക്കാവയായിരുന്നു റൈറ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ പൾമണറി വെയിൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വേർഡ് പെയർ ആയിട്ടും എന്ത് വരും? ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരാറുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈസി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ട്രക്ചർ പഠിക്കുക, ചേമ്പേഴ്സ് പഠിക്കുക, പിന്നെ വരുന്ന ആൾക്കാർ, പോകുന്ന ആൾക്കാർ, വാൾസ്, ദെൻ അതിന്റെ ലൊക്കേഷൻ, അതേപോലെ തന്നെ ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഫിൽ ചെയ്യാനായിട്ട്, ലേബൽ ചെയ്യാനായിട്ട് വരും. അപ്പൊ എങ്ങനെ ലേബൽ ചെയ്യാമെന്ന് മിസ് പറഞ്ഞു. ABC എന്നുള്ളത് എന്തായാലും എടുത്തെഴുതണം, ഇല്ലെങ്കിൽ നമുക്ക് മാർക്ക് പോകും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഈസി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ, സീ യു.